Good morning, dear students. I am Dr. Saudhamini Menon, educationist, clinical psychologist. Welcome to DCA class 3. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സെൽഫ് ലേണിംഗ് മോഡ്യൂളിലത്തെ സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ നോക്കാൻ പോണത്. അത് ആദ്യം നമ്മൾ നോക്കി കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ, അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലത്തെ കോമ്പനൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ മനസ്സിലാക്കി. രണ്ട് മെയിൻ കോമ്പനൻറ്റ്സ് ആണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അത് കഴിഞ്ഞിട്ട് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദർ ബോർഡ്, ചിപ്സെറ്റിനെ പറ്റി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. വാട്ട് യു മീൻ ബൈ പ്രോസസ്സർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ചിപ്പ് ദാറ്റ് പെർഫോംസ് all the arithmetic and logic operations. എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ചിപ്പ് ദാറ്റ് പെർഫോംസ് all the arithmetic and logic operations. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ രണ്ട് എക്സാമ്പിളാണ് ഇൻറ്റൽ മൈക്രോ പ്രോസസ്സറും രണ്ടാമത്തെ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സസും. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് എന്നാണ് പറയാറ്. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ് ചോദിച്ചിട്ടെങ്കിൽ ബസ് എന്നാണ്. ബസ്സസ് പറയുമ്പോൾ എന്താ, നമ്മൾ സാധാരണ നോർമൽ ബസ്സസ് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകണം അല്ലേ, കുറേ ആൾക്കാർ ഒരുമിച്ചിട്ട് കയറ്റിക്കൊണ്ട് പോകണം. അതേപോലെ ബസ് ഇസ് എ സെറ്റ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ 2 or more components or devices. മനസ്സിലായില്ലേ? 2 or more components ഒരുമിച്ചിട്ട് രണ്ട് കോമ്പനൻറ്റ് അല്ലെങ്കിൽ കുറേ ഡിവൈസസിനെ ഒരുമിച്ച് കണക്ഷൻ ചെയ്യുന്നതാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. When data is transferred between the functional units of a computer, ഏതാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് പറയണമെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റാണ് ബിറ്റ്സ് എന്ന് പറയണത്. ഓക്കെ, സോ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ദ ബിറ്റ്സ്, സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് മെമ്മറി ആർ ട്രാൻസ്ഫേർഡ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ആർ ട്രാൻസ്ഫേർഡ് സൈമിൾട്ടേനിയസ്ലി പറഞ്ഞാൽ ഒരുമിച്ചിട്ട് ഓവർ എ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് അല്ലെ, ഒരുമിച്ചിട്ട് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണതിന് ആ പാരലൽ ലൈൻസിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുക. ഒരുമിച്ചിട്ട് പാരലൽ ലൈൻസ് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ പാരലൽ ലൈൻസിനെയാണ് നമ്മൾ ബസ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ബസ്സസ് ദർ ആർ 3 types ഓഫ് ബസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ നമ്മളിവിടെ പറയില്ലേ സ്പീഡ് ബസ്, അത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രാൻസ്പോർട്ട് ബസ്, അപ്പം ഡിഫറെൻറ്റ് ബസ്സല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ മിനി ബസ്. അപ്പോൾ അതുപോലെ 3 ബസ് ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. അതിന് ആദ്യത്തെ ബസ്സിനെയാണ് ഡാറ്റ ബസ്. ഡാറ്റ ബസ് പറഞ്ഞാൽ ഡാറ്റ ഈസ് സെൻഡ്. ആ ബസ് ഡാറ്റ മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ. രണ്ടാമത്തെ ബസ്സിൻ്റെ പേരാണ് അഡ്രസ് ബസ്. ടു പാസ് അഡ്രസ് ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, I/O എന്നാണ് അതിനെ പറയുക. ഓക്കെ, രണ്ടാമത്തെ ബസ്സിൻ്റെ പേരെന്താണ്? അഡ്രസ് ബസ്. ആ അഡ്രസ് ബസ് എന്താ ചെയ്യണത്? ടു പാസ് അഡ്രസ് ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. മൂന്നാമത്തെ ബസ്സിൻ്റെ പേരെന്താണ്? കൺട്രോൾ ബസ് എന്നാണ്. ആ കൺട്രോൾ ബസ് എന്താ ചെയ്യുക? വേരിയസ് കൺട്രോൾ സിഗ്നൽസ് ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. മനസ്സിലായോ? അങ്ങനെ 3 തരത്തിലുള്ള ബസ്സാണ്. അപ്പോൾ നമ്മൾ ബസ് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. 3 തരത്തിലുള്ള ബസ്സുണ്ട്. ആദ്യത്തെ ബസ്സിൻ്റെ പേര് ഡാറ്റ ബസ്. അതെന്താ ചെയ്യുക? ഡാറ്റ ഈസ് സെൻറ്റ്. രണ്ടാമത്തെ അഡ്രസ് ബസ്. ആ അഡ്രസ് ബസ് എന്താ ചെയ്യുക? എന്താ കൊണ്ടുപോകുന്നത്? ടു പാസ് അഡ്രസ് ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. മൂന്നാമത്തെ ബസ്സിൻ്റെ പേരാണ് കൺട്രോൾ ബസ് എന്ന്. അത് വേരിയസ് കൺട്രോൾ സിഗ്നൽസ് ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നാലാമത്തെ കോമ്പനൻ്റാണ് എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ സ്ലോട്ട് ഈസ് ഓൾസോ നോൺ ആസ്, അതിന് വേറൊരു പേര് കൂടിയിട്ടുണ്ട്, പെരിഫറൽ കോമ്പനൻറ്റ് ഇൻ്റർ കണക്ഷൻ. എന്താണ് അതിൻ്റെ വേറെ പേര്? പെരിഫറൽ കോമ്പനൻറ്റ് ഇൻ്റർ കണക്റ്റ്. അതിന് PCI എന്നാണ് പറയുക. നൗ വാട്ട് ഈസ് ദ പ്രോസസ്? വേരിയസ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ആർ. അപ്പോൾ ഈ എക്സ്പാൻഷൻ സ്ലോട്ടിൽ ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. വേറെ സ്ലോട്ട്സിൻ്റെ പേരുകളാണ് എക്സ്പാൻഷൻ സ്ലോട്ട്സിന്. സൗണ്ട് കാർഡ് സ്ലോട്ട് ഉണ്ട്, വീഡിയോ കാർഡ് സ്ലോട്ട് ഉണ്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് സ്ലോട്ട്. ഇങ്ങനെ ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലോട്ട്സാണ് ഉള്ളത്. മനസ്സിലായോ?
എക്സ്പാൻഷൻ സ്ലോട്ട്സിൻ്റെ അനദർ പേരാണ് പെരിഫറൽ കോമ്പണൻറ്റ് ഇൻ്റർകണക്റ്റ്. അതിനെ PCI എന്ന് പറയും. വേരിയസ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ആർ സൗണ്ട് കാർഡ് സ്ലോട്ട്, വീഡിയോ കാർഡ് സ്ലോട്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് സ്ലോട്ട് എന്നാണ് പറയുക. പിന്നെ അഞ്ചാമത്തെ ഈ കോമ്പണൻ്റാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ, നമുക്ക് സാധാരണ എനിക്ക് മെമ്മറൈസ് ചെയ്യാനേ പറ്റണില്ല, ഓർക്കാൻ പറ്റണില്ല. ഈ മെമ്മറൈസ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ റിമെമ്പറൻസ്. റിമെമ്പർ പറഞ്ഞാൽ നമ്മൾ ഓർക്കുക അല്ലേ. നമ്മളല്ലേ മെമ്മറി തീർന്നു പോയി, നമ്മൾ മൊബൈലത്തെയൊക്കെ പറയില്ലേ മെമ്മറി ഇല്ല, മെമ്മറി കാർഡ് തീർന്നു പോയി എന്നൊക്കെ പറയും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയാണ് അനദർ കോമ്പണൻറ്റ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ റിമെമ്പറൻസ് പവർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതിൽ കമ്പ്യൂട്ടറിൻ്റെ റിമെമ്പർ പവർ കൺട്രോൾ മീൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഫെസിലിറ്റേറ്റ് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യണതിനാണ് ഈ പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ഫിസിക്കൽ ഡിവൈസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാംസ്. അതിലെന്താ ചെയ്യുക, നമ്മുടെ പ്രോഗ്രാമൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് അത് ഓർമ്മിക്കാനല്ലേ, നമുക്ക് എല്ലാ കാര്യവും ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് അത് ഓർക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഭാഗത്ത് വെക്കുന്നതിനാണ് മെമ്മറി എന്ന് പറയുക. മെമ്മറി ക്യാൻ ബി ഇൻ 2 ways. മെമ്മറി അത് നമ്മൾ ചെയ്യുന്നതെന്ന് 2 വിധത്തിലുള്ള മെമ്മറി നമ്മൾക്ക് കമ്പ്യൂട്ടർ ചെയ്യും. ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഈ പ്രൈമറി മെമ്മറി പറഞ്ഞാൽ എന്താണ്? പ്രൈമറി മെമ്മറി ഹോൾസ്, അതിലെന്താ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്? ഹോൾസ് ഡാറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് ജോബ്സ് ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റോർ വെക്കണതിനാണ് പ്രൈമറി എന്ന് പറയുക. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി അസസ്ഡ് ബൈ ദ CPU. സെമി കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അല്ലേ, അതിനാണ് പറയുക സെമി കണ്ടക്ടർ മെമ്മറി ഡയറക്റ്റ്ലി അസസ്ഡ് ബൈ ദി CPU. ഇറ്റ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ ഇൻ ഹൈ സ്പീഡ്. അപ്പോൾ ആ പ്രൈമറി മെമ്മറിയത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ത്രൂ CPU നമുക്കത് ഹൈ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ്. അതേമാതിരി അയക്കാനും പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. ഇറ്റ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ ഇൻ ഹൈ സ്പീഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് RAM, ROM ആൻഡ് ക്യാച്ച് മെമ്മറി. നമ്മൾ പറഞ്ഞില്ലേ റാമിൻ്റെയും റോമിൻ്റെയും മിഡിലുള്ളതാണ് ക്യാച്ച് മെമ്മറി. അപ്പോൾ ഈ 3 മെമ്മറി, RAM മെമ്മറി ആൻഡ് റോം മെമ്മറി. റോം പറഞ്ഞാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇതും 3 അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തരാൻ പറ്റണതാണ് പ്രൈമറി മെമ്മറി പറയുക. സെക്കൻഡറി മെമ്മറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ഹോൾഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി ആയിട്ട് അത് ഹോൾഡ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആൻ ആക്സിലറി മെമ്മറി. ഈ സെക്കൻഡറി മെമ്മറിയുടെ വേറൊരു പേരാണ് ആക്സിലറി മെമ്മറി. ഇറ്റ് ഓൾസോ യൂസ് ടു ക്യാരി, കോപ്പി or move data and programs from one computer to another. ഒരു കമ്പ്യൂട്ടറിന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾക്ക് കോപ്പി ചെയ്തിട്ട് അയക്കാൻ പറ്റുന്നതാണ് സെക്കൻഡറി മെമ്മറി ഉള്ളത്. സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 വിധത്തിലാണ് സെക്കൻഡറി മെമ്മറി നമ്മൾക്കത് കാറ്റഗറൈസ് ചെയ്യണം, ഡിവൈസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഈസ് കോൾഡ് ദ മാഗ്നറ്റിക് ഡിസ്ക്, രണ്ടാമത്തെ ഓപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ് മൂന്നാമത്തെ ഫ്ലാഷ് മെമ്മറീസ്. അപ്പോൾ ഈ 3 നമ്മളുടെ സെക്കൻഡറി മെമ്മറിയിലുള്ളത്. മനസ്സിലായോ? ഇനി ഇത് 3 മെമ്മറി എന്താണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സൗദാമിനി.